രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരപ്പം ദോശയാണ് ഇന്ന് കാണിക്കുന്നത്. സാധാരണ ദോശയേക്കാളും വ്യത്യസ്തമായിട്ട് അപ്പത്തിൻ്റെ മാവ് വെച്ച് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 1 മണിക്കൂറിനകം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാനും പറ്റും. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും 1 കപ്പ് വറുത്ത അരിപ്പൊടിയും 1/2 കപ്പ് അവലുമാണ് എടുത്തിരിക്കുന്നത്. അവൽ ആദ്യം ഒന്ന് കഴുകി ഒരു 15 മിനിറ്റ് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വേണം കുതിർക്കാനായിട്ട് വയ്ക്കാനായിട്ടുള്ളത്. ആ സമയം കൊണ്ട് അരിപ്പൊടിയിലേയും തേങ്ങയിലേക്കും കൂടെ 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം അവൽ നന്നായിട്ട് വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ആ അവലും കൂടെ അരിമാവിൻ്റെ ആ കൂട്ടിലേക്ക് മാറ്റിയിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ആ കൂട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിയിലേക്ക് 2 ബാച്ചായിട്ട് അരയ്ക്കാം. ആദ്യത്തെ ബാച്ചിൽ പകുതി കൂട്ടെടുത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും സ്വാദിനാവശ്യമുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ദോശമാവിൻ്റെ അയവിൽ അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്താൽ മതി. അതുപോലെ മറ്റേ ബാച്ചും വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പം പഞ്ചസാരയും ഉപ്പുമൊക്കെ ഈ ബാച്ചിൽ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. എന്നിട്ട് ആ കൂട്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് കലക്കി മാറ്റി വയ്ക്കാം. നല്ല ചൂടാണെങ്കിൽ അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂറിൻ്റെ അകത്ത് തന്നെ ഈ മാവ് നല്ലോണം പൊങ്ങി കിട്ടും. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും നമുക്ക് തയ്യാറാക്കാനായിട്ട് രാവിലെ തന്നെ അരച്ചെടുക്കാവുന്നതാണ്. അപ്പം 45 മിനിറ്റ് കഴിഞ്ഞപ്പം മാവ് നല്ലോണം പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് നമുക്ക് ദോശക്കല്ലിൽ തന്നെ ദോശ പോലെ തയ്യാറാക്കി എടുക്കാം. ഒരു തവി മാവ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അല്ല പരത്താതെയും ഒരപ്പം പോലെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ പരത്തി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും ചെയ്യും. എളുപ്പം നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇത് സ്റ്റൂവിനൊപ്പം അല്ല കടലക്കറി ഇഷ്ടമുള്ള ഏത് കറിയാണോ അതിനൊപ്പം നമുക്ക് വിളമ്പാവുന്നതുമാണ്. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക.